സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ വായ്പാ പിരിവുകാർക്ക് അനുകൂലമായി സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് വ്യക്തത കുറവുണ്ടെന്ന് പറഞ്ഞ് പല സഹകരണ സംഘങ്ങളും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെന്ന് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. ഇതിനെതിരെ നിയമപോരാട്ടം തുടരുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിരമിച്ചവർക്ക് ഗ്രാറ്റുവിറ്റി അടക്കം കോടതിയിൽ പോകാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ നിയമമുണ്ടാക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 60 വയസ്സിന് ശേഷം വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കാരണം തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് പെൻഷൻ ഉൾപ്പെടെ ലഭിക്കാൻ സർക്കാർ ഇടപെടണം. സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ പിരിവുകാർ തൊഴിൽ തർക്ക നിയമത്തിന് കീഴിൽ വരുന്ന ജീവനക്കാരാണെന്നും 1972 ആക്ട് പ്രകാരം ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്നും കോടതി ഉത്തരവുണ്ട്. എന്നിട്ടും കോടതിയിൽ പോവാത്തവർക്ക് ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോടതി ഓരോ വ്യക്തികളും കേസ് കൊടുത്താൽ മാത്രമേ ഈ ഗ്രാറ്റുവിറ്റി ലഭിക്കുകയുള്ളൂ. അല്ലാതെ സംഘത്തിൽ മുഴുവനായി കൊടുക്കാനുള്ള ഓർഡർ സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഒരു പ്രത്യേക ഓർഡർ നിയമനിർമ്മാണം നടത്തണം. ഗ്രാറ്റുവിറ്റി മുഴുവൻ ആൾക്കും ലഭിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം സർക്കാർ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് 70 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ള ഇതുണ്ടെങ്കിലും ഒരു 60 വയസ്സിന് ശേഷം പല ആളുകൾക്കും പല അസുഖങ്ങൾ കാരണം ജോലിയുമായി മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്കൊന്നും ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം, പെൻഷൻ ഒരു 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഒരു മിനിമം പെൻഷൻ സർക്കാർ ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ഈ 4 ലക്ഷം രൂപ കോൺട്രിബ്യൂഷൻ വേണമെന്നുള്ള നിബന്ധന മാറ്റി എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ 2 കാര്യമാണ് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ പരിപാടി. ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് OP തിലകൻ, വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, സുരേഷ് ബാബു മണ്ണയാട്, K ശിവശങ്കരൻ, PP സാവിത്രി, A ഷർമിള, PV പ്രേമൻ, KK അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.